ഏവർക്കും വന്ദനം. ഇത് രാഷ്ട്രീയ വാതാവരണത്തിൻ്റെ അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ കാലഘട്ടമാണ്. ദിസ് ഈസ് ദ സീസൺ ഓഫ് പൊളിറ്റിക്സ്. അപ്പം അതുകൊണ്ട് ന്യായമായും എല്ലാവരും പദയാത്ര നടത്തുന്നു, ഘോഷയാത്ര നടത്തുന്നു, തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നു, അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. തെരുവ് സംഘർഷഭരിതമാക്കുക, നമ്മൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നതിൻ്റെയും നമുക്കും കഴിവുകളുണ്ട് എന്നതിൻ്റെയും തെളിവായിട്ടാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഇതാ ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്നും കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധേയമായ ഒരു യാത്ര തിരുവനന്തപുരത്ത് വരെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആ യാത്രയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത് അവകാശ സംരക്ഷണ നീതി യാത്ര എന്നുള്ളതാണ്. അവകാശ സംരക്ഷണ നീതി യാത്ര, വളരെ മനോഹരമായ ഒരു പേര്. ഇത് നമ്മെ വിളിച്ചറിയിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇതിൽ പ്രവർത്തിക്കുന്ന മനോഭാവം എന്താണ്? ഇതിൽ വേദപുസ്തക അധിഷ്ഠിതമായ ആത്മീയത ഏത് തരത്തിലാണ് അല്ലെങ്കിൽ ഏത് തോതുവരെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് അന്വേഷിച്ച് മനസ്സിലാക്കുവാൻ നമുക്കൊരു കടമയുണ്ട്. ഇതിനു മുൻപ് എന്നോട് ഉയർത്തിയ ഒരു ചോദ്യം, അതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. വേദപുസ്തകപരമായി ചിന്തിക്കുവാൻ നമ്മൾ കൂടി വരുമ്പോൾ അതിൽ രാഷ്ട്രീയം കലർത്തുന്നത് ശരിയാണോ തെറ്റാണോ, അങ്ങനെ ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്? ആ ചോദ്യത്തിൻ്റെ ഒരു മറുപടിയും ഇതിനകത്ത് തന്നെ ഉണ്ട്. കാരണം ഇപ്പോൾ തെരുവീഥിയിൽ രാഷ്ട്രീയ മുദ്രാവാക്യവും ഉയർത്തിക്കൊണ്ട് നടക്കുന്നത് കുപ്പായമിട്ടുകൊണ്ട് പുരോഹിതന്മാരും അതിന് നേതൃത്വം നൽകുന്ന മെത്രാന്മാരുമാണ്. അതുകൊണ്ട് രാഷ്ട്രീയമില്ലാതെ സംഘടിതമായൊരു മതമില്ല, മതമില്ലാത്ത രാഷ്ട്രീയവുമില്ല. അതുകൊണ്ട് ആരെങ്കിലും ആത്മീയത മനസ്സിലാക്കാൻ രാഷ്ട്രീയത്തെ ഒതുക്കണം അല്ലെങ്കിൽ മാറ്റി നിർത്തണം, അതിലേക്ക് കണ്ണടയ്ക്കണം എന്ന് പറയുന്നതിൽ എത്രമാത്രം യുക്തിയുണ്ട് എന്ന് ഏവരും ചിന്തിക്കേണ്ടതാണ്. ഞാൻ ആരെയും വിമർശിച്ച് പറയുന്നതല്ല, ഒരു യാഥാർത്ഥ്യം അടയാളപ്പെടുത്തുന്നു എന്ന് മാത്രം. ഞാൻ ഈ വീഡിയോയിൽ കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പ്രതിനിധിയായി ഈ അവകാശ സംരക്ഷണ നീതി യാത്രയുടെ പ്രസക്തി എന്താണെന്നും അതിനെ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ എന്താണെന്നും വളരെ സമക്ഷമായി വിവരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ആരാണെന്നൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം ഇതിൻ്റെ ഒരു ഭാരവാഹിയാണ്, നമുക്കറിയാം. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇടയ്ക്കിടയ്ക്ക് അല്പം ഒന്ന് നിർത്തി അതിനെപ്പറ്റിയുള്ള നമ്മുടെ ചിന്തകൾ കൂടെ ഉൾക്കൊള്ളിച്ച് മുൻപോട്ട് പോകാം എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് നമുക്ക് നേരെ അധികം താമസിയാതെ തന്നെ ആ വാക്കുകളിലേക്ക്, കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അവകാശ സംരക്ഷണ നീതി യാത്രയുടെ കാഴ്ചപ്പാട് എന്താണ്, ലക്ഷ്യം എന്താണെന്ന് ഇതാ വളരെ സമർത്ഥമായി വിവരിക്കുന്നത് കേൾക്കുക. ദീർഘകാലമായി ക്രൈസ്തവ സമൂഹം സഹനത്തിൻ്റെ പാതയിലാണ്. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട ഒരവസ്ഥയിൽ ക്രൈസ്തവ സമൂഹം ഒറ്റപ്പെടുന്നുവെന്നും ലഭിച്ചുകൊണ്ടിരുന്ന ന്യായമായ അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ എന്ന പദം ഉപയോഗിക്കുന്നില്ല, അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു എന്നും ബോധ്യമാകുകയും അതിനെതിരെ സർക്കാരുകളെ രേഖാമൂലം അറിയിച്ചിട്ടും ന്യായമായ മറുപടി ഉണ്ടാകാത്തതിനാൽ ഞങ്ങളുടെ വേർപ്പ് ഈ പെരും റോഡിൽ വീഴണം എന്ന ആഗ്രഹത്തോടു കൂടി അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിനുള്ള പ്രക്ഷോഭ പരിപാടികളുടെ തുടക്കമായിട്ടാണ് ഇത് നടത്താറുണ്ടായത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഭരണാധികാരികളുടെ കണ്ണ് തുറക്കുക എന്നതാണ്, അല്ലെങ്കിൽ തുറപ്പിക്കുക എന്നതാണ് ഈ യാത്രയുടെ, ഈ സംരംഭത്തിൻ്റെ, ഈ മുന്നേറ്റത്തിൻ്റെ, അതായത് തെരുവീഥിയിൽ തങ്ങളുടെ വിയർപ്പൊഴുക്കിയുള്ള ഈ മുന്നേറ്റത്തിൻ്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. കേട്ടാൽ നമ്മൾക്ക് കോരിത്തെരിച്ചു പോകും. കാരണം ഇതിനകത്ത് മറ്റൊരു കാര്യമുള്ളത്, ഇത് യേശു പറഞ്ഞ വാക്കുകളും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ, ഞാൻ കുരുടരുടെ കണ്ണ് തുറക്കാൻ വന്നതാണ്. അപ്പോൾ സർക്കാരിലുള്ളവരെല്ലാം കുരുടന്മാരാണ്. അവരുടെ കണ്ണ് തുറക്കാനായി പുരോഹിതന്മാരും മെത്രാന്മാരും അവരെ അനുകരിക്കുന്ന, അനുധാവനം ചെയ്യുന്ന വിശ്വാസികളും,
വിശ്വാസികളും ഇതാ തെരുവീഥിയിൽ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു? ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ക്രിസ്ത്യാനികൾ കേരളത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു, അവരല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നു. എനിക്ക് പ്രിയമുള്ളവരെ, ഞാൻ അരനൂറ്റാണ്ടെങ്കിലും ഈ മേഖലയിൽ നന്നേ അധ്വാനിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ, ജീവിത യാഥാർത്ഥ്യങ്ങളോട് വളരെ അധികം മല്ലിട്ട ഒരു വ്യക്തി എന്ന നിലയിൽ, യേശുവിൻ്റെ കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിൽ ഇവയൊക്കെയും മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, മറ്റാരുടെയെങ്കിലും ആനുകൂല്യമോ നക്കാപ്പിച്ചായോ കരുണയോ കൊണ്ട് ജീവിക്കേണ്ടവരല്ല വിശ്വാസികൾ. യേശു പറഞ്ഞു, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടെ ഇവയൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നീതി യാത്ര നടത്തുന്നു. നീതി അന്വേഷിക്കുന്നതിന് പകരം, അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന മാനദണ്ഡങ്ങളെ കവച്ച് വെച്ച് നിങ്ങൾ നീതി ചെയ്യുവീൻ. നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവച്ച് വയ്ക്കുന്നില്ല എങ്കിൽ, കടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കയില്ല എന്നാണ് യേശു പറഞ്ഞത്. നീതിക്ക് വേണ്ടി തെരുവിൽ മുറവിളി കൂട്ടുക എന്നുള്ളതല്ല, നീതി പ്രവർത്തിക്കുക. നീതി പ്രവർത്തിക്കുന്നതിൽ നമ്മുടെ കേരളത്തിലെ സഭകൾ എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്, എത്രമാത്രം അതിൽ വിജയിക്കുന്നുണ്ട് എന്നത് നാം യഥാർത്ഥത്തിൽ ഈ കാലത്ത് ചിന്തിക്കേണ്ടതാണ്. ഒരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കുകയില്ല എങ്കിൽ, എൻ്റെ ഏതാണ്ട് 40 വർഷത്തിൽ പരമുള്ള സഭകളോടുള്ള ബന്ധത്തിൽ ഞാൻ നീതിയേക്കാൾ അനീതിയാണ് അനുഭവിച്ചത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ഞാനത് സൂചിപ്പിക്കാൻ കാരണം ഒന്ന് മാത്രമാണ്. നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കാൻ എളുപ്പമാണ്, പക്ഷേ നീതി പ്രവർത്തിക്കാൻ പ്രയാസമാണ്. ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ. ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ ആക്രമണത്തിന് ഇരയായി എന്ന് പറയപ്പെടുന്ന കന്യാസ്ത്രീ, അവൾ പോലീസിൽ പരാതി കൊടുക്കുന്നതിന് മുൻപേ, അല്ലെങ്കിൽ അവൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി കന്യാസ്ത്രീകൾ തെരുവിലിറങ്ങി എറണാകുളം മഞ്ചേ സ്ക്വയറിൽ ദീർഘസമരം നടത്തേണ്ട ആവശ്യം വരുന്നതിന് മുൻപേ സഭയുടെ നേതാക്കന്മാർ, മെത്രാന്മാരിൽ പലരെയും കണ്ട് തനിക്ക് നീതി ലഭിക്കണമെന്ന് തൻ്റെ വിശ്വാസത്തിൻ്റെയും ആത്മീയ അച്ചടക്കത്തിൻ്റെയും ശരീരത്തിൻ്റെയും അഖണ്ഡത ഒന്ന് സംരക്ഷിക്കുവാനുള്ള സഹായം വേണമെന്ന് ആ സ്ത്രീ മുറവിളി കൂട്ടി പല കഥകളിൽ ചെന്ന് മുട്ടിയിട്ടും ഒരു കഥകും തുറന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മളെ തുറിച്ചു നോക്കിയിട്ട് നാളേറെ ആയില്ല. സഭയുടെ ജീവിതത്തിൽ നീതി പാലിക്കുന്നതിന് കൊടുക്കുന്ന വില എന്താണ്, ഇടമെന്താണ് എന്ന് വാസ്തവത്തിൽ നാം അന്വേഷിക്കണം. ആരോടാണ് നീതി പ്രവർത്തിച്ചിട്ടുള്ളത്? ഇതൊരു വലിയ വിഷയമാണ്. നിങ്ങളിതിനെപ്പറ്റി ചിന്തിക്കണമെന്ന് മാത്രമേ തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് മുൻപോട്ട് പോകാം. നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്നുള്ളത് ഒരു മേശയ്ക്കരികിലിരുന്ന് ഡോക്യുമെൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് ഈ സമൂഹത്തിലെ ആരെയും ബോധ്യപ്പെടുത്താം എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ യാത്രയ്ക്ക് നീതി യാത്ര എന്ന് പറഞ്ഞത്. ഇതൊരു തീർത്ഥാടന യാത്രയാണ്. ഇത് സർക്കാരിനെതിരായിട്ടുള്ളതല്ല, പക്ഷേ സർക്കാർ ഞങ്ങളോട് കാണിച്ച അനീതി അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ആവശ്യങ്ങൾ ഓരോ ഇനി ഇദ്ദേഹം പറയുന്നത്, സർക്കാർ ഞങ്ങളോട് അനീതി കാണിച്ചു. തീർച്ചയായും കാണിച്ചു, യാതൊരു സംശയമൊന്നുമില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, സർക്കാർ ആരോടാണ് നീതി കാണിച്ചിട്ടുള്ളത്? ഏത് സർക്കാരാണ് നീതി കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നീതി നടപ്പാക്കുന്നതിന് വേണ്ടി ഭരണം കൈയേൽക്കുന്നത്? ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താണെന്നറിയാമോ? നമുക്ക് ആകെപ്പാടെയുള്ള ചിന്ത, നമുക്ക് നീതി ലഭിക്കണം. സമൂഹത്തിൽ ആർക്കെങ്കിലും നീതി ലഭിക്കുന്നുണ്ടോ? നീതിക്ക് ഇപ്പോൾ നിലവിലിരിക്കുന്ന സംസ്കാരം എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഒരു നിലപാടെടുക്കാൻ, ഇടപെടൽ നടത്താൻ ക്രിസ്ത്യാനികൾക്ക് ചുമതലയുണ്ടോ? ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഏത് അനീതിയുടെ നേരെയും കണ്ണടയ്ക്കും, പക്ഷേ എനിക്ക് നീതി കിട്ടണം, അത് മതി.
എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞാൻ കരയും, മറത്തടിച്ച് വിലപിക്കും. മറ്റുള്ളവർക്ക് നീതി കിട്ടിയില്ലെങ്കിൽ അതെനിക്ക് പ്രശ്നമല്ല. ഈ ഒരു സാഹചര്യത്തിൽ നാം ഓർക്കേണ്ടത്, യേശു പറഞ്ഞത് എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ നീതി അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞാൽ കടന്നു ചെന്ന് നിൻ്റെ പരിമിതമായ താല്പര്യങ്ങൾക്ക് അതീതമായി നിൻ്റെ സമൂഹത്തിലും നിൻ്റെ രാഷ്ട്രത്തിലും എവിടെയൊക്കെ മനുഷ്യൻ അനീതിക്ക് ഇരയാകുന്നു അതൊക്കെയും നിൻ്റെ പ്രശ്നമായി കാണുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഞാൻ ക്ലേശം സഹിച്ചിട്ടുണ്ട്. പലരും അപ്പോഴും എന്നെപ്പറ്റി പറഞ്ഞുകൊണ്ട് അവന് വട്ടാണ്, അവൻ ഭ്രാന്തനാണ്, ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പോയി തലയിടേണ്ട വല്ല കാര്യമുണ്ട്, സമാധാനമായിട്ട് ജീവിച്ചാൽ പോരെ. സഹവിശ്വാസികളുടെ കാര്യത്തിൽ തനിക്ക് കിട്ടേണ്ട ആനുകൂല്യം പിടിച്ചു പറ്റുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ധർമ്മം എന്നാണ് അയാൾ പറയുന്നത്. മറ്റുള്ളവർക്ക്, സഹവിശ്വാസികൾക്ക് പ്രശ്നം വന്നാൽ കണ്ണടയ്ക്കണം. ആരും അതിനുവേണ്ടി അല്പം പോലും കഷ്ടം സഹിക്കരുത്. ഇതാണ് നമ്മുടെ പ്രശ്നം, ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മുടെ ദർശനം, കാഴ്ചപ്പാട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ കേരളത്തിൽ ഏതെല്ലാം വിധത്തിൽ അനീതി നടക്കുന്നു, ആരെല്ലാം അനീതിക്ക് ഇരയായിത്തീരുന്നു. സ്വന്തം സഭയുടെ പരിധിക്കപ്പുറത്ത് അനീതിക്കിരയായിത്തീരുന്ന ആളുകളുടെ സഹായത്തിനും ആശ്വാസത്തിനും വേണ്ടി ഈ KCC, കേരള കൗൺസിൽ ഓഫ് ചർച്ചസും അതിൻ്റെ ഭാരവാഹികളും എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാം. മാത്രവുമല്ല, ഇപ്പോൾ സംഘപരിവാറിൻ്റെ പ്രീതി പറ്റുന്നതിന് വേണ്ടി കേരളത്തിൽ വർഗീയത പരത്താനായി താറുകെട്ടിയിറങ്ങിയിരിക്കുന്ന ആളുകൾ, ഞാൻ ഒരു സമൂഹത്തെയും അവരോട് ഉള്ള പ്രത്യേകമായ മമതയിലോ ഏതെങ്കിലും സമൂഹത്തോടുള്ള വിരോധത്തിലോ അല്ല പറയുന്നത്. സത്യമായി നാം തിരിച്ചറിയണം. എത്രയോ പച്ചക്കള്ളങ്ങളാണ് ഈ അടുത്ത കാലങ്ങളിൽ ലവ് ജിഹാദിൻ്റെ പേരിലും നാർക്കോട്ടിക് ജിഹാദിൻ്റെ പേരിലും ഇക്കണോമിക് ബോയ്ക്കോട്ടിൻ്റെ പേരിലും അങ്ങനെ അനേകവിധമായ കാര്യങ്ങളിൽ നാം പൊതുരംഗത്ത് വിളിച്ചു പറഞ്ഞു. നമ്മുടെ ആത്മീയ പിതാക്കന്മാർ പറഞ്ഞത് പച്ചക്കള്ളമല്ലേ? അത് മറ്റൊരു സമൂഹത്തോട് ചെയ്യുന്ന നീതിയല്ലേ? ഇപ്പോൾ മുസ്ലിങ്ങളുടെ കടയിൽ കയറി ആഹാരം കഴിച്ചാൽ നിങ്ങൾ വന്ധീകരിക്കപ്പെടും, നിങ്ങൾക്കിനി സന്തതി ഉണ്ടാകുകയില്ല എന്ന് ഒരു ക്രിസ്ത്യാനി വിളിച്ച് പറഞ്ഞപ്പോൾ അത് തെറ്റാണെന്നും അല്ലെങ്കിൽ ശരിയാണെങ്കിൽ തെളിവ് തരണമെന്നും പറയാനുള്ള കടമ അതേ വ്യക്തിയെ രാഷ്ട്രീയമായി താങ്ങി നിർത്തുന്ന ഈ മെത്രാന്മാർക്കില്ലേ? നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഏത് അനീതിക്കും കൂട്ടുനിൽക്കും, പക്ഷെ എനിക്ക് നീതി വേണം എന്ന് പറയുന്ന ഈ ഒരു സമീപനം ഒരു വിധത്തിലും ന്യായീകരിക്കാവുന്നതല്ല. ഒന്നുകിൽ ഒരു സമൂഹത്തിൽ എല്ലാവർക്കും നീതി കിട്ടും, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ആർക്കും നീതി കിട്ടുകയില്ല. നീതി കിട്ടുന്നത് പിന്നെ കയ്യൂക്കുള്ളവന്മാർ മാത്രമായിരിക്കും. കയ്യൂക്കുള്ളവന് നീതിയല്ല വേണ്ടത്, കയ്യൂക്കുള്ളവന് വേണ്ടത് കൂടുതൽ അവകാശവും സ്വാധീനവും അവൻ്റെ മുഷ്ക് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനുള്ള അവകാശവുമാണ്. അവന് നീതി വേണ്ട. അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും നീതിക്ക് വേണ്ടി ഒരു നിലപാടെടുക്കാൻ ക്രിസ്ത്യാനികൾക്ക് ചുമതലയുണ്ട്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ നീതി അന്വേഷിപ്പീൻ. നമുക്ക് മുൻപോട്ട് പോകാം. ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് 4.25 ലക്ഷത്തോളം നിവേദനങ്ങൾ പഠിച്ചാണ് JB കോശി സാർ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇത് പഠിച്ച് നടപ്പിലാക്കാൻ സർക്കാരിന് 1 വർഷത്തിൽ കൂടുതൽ വേണം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുഃഖമുണ്ടാക്കുന്നു. കാരണം ആ റിപ്പോർട്ടിൽ ഓരോ വിഭാഗത്തിലും നടപ്പിലാക്കേണ്ടത് എണ്ണം ഇട്ട് ഇനം തിരിച്ചാണ് കൊടുത്തേക്കുന്നത്. ഇതിന് സമാനമായ പാലോളി മുഹമ്മദ് കുട്ടി റിപ്പോർട്ട് വന്നപ്പോൾ 3 മാസത്തിനുള്ളിൽ കേരള സർക്കാർ നടപ്പിലാക്കിയത്. ഇത് 1 വർഷമായിട്ടും നടപ്പിലാക്കാത്തത്, നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും ക്രൈസ്തവ സമൂഹം പ്രതികരിക്കത്തില്ല എന്നൊരു മിഥ്യാധാരണയുടെ പേരിലാണ്. മിഥ്യാധാരണ എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ രീതി വെച്ചാണ് അവർ പറയുന്നത്. എന്നാൽ ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നത് സമാധാനപരമായി നിലനിൽക്കാനും ചാട്ടവാർ എടുക്കേണ്ടിടത്ത് ചാട്ടവാർ എടുക്കുവാനാണ്. ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ചാട്ടവാർ എടുത്തിട്ടുള്ളൂ. അത് അനീതി ഉണ്ടായപ്പോഴാണ്, അത് കച്ചവട സ്വഭാവത്തോടുകൂടി ഭരണകൂടം പോയപ്പോഴാണ്. യേശുവിൻ്റെ വചനത്തെ വളച്ചൊടിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ?
യേശു ചാട്ടവാറെടുത്തത് ആർക്കെതിരെയാണ്? പൊതുരംഗത്ത് വന്ന് നിന്ന് ഇദ്ദേഹം വിളമ്പുകയാണ്. യേശു ഭരണകൂടത്തിനെതിരെയാണ് ചാട്ടവാറെടുത്തതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഏത് വേദപുസ്തകമാണ് ഇയാൾ വായിക്കുന്നത്? KCCയുടെ പ്രതിനിധിയാണ്, കേരള കൗൺസിൽ ഓഫ് ചേർച്ചസിൻ്റെ. നിങ്ങളുടെയും എൻ്റെയും പ്രതിനിധിയായി പൊതുരംഗത്ത് മാധ്യമത്തോട് അദ്ദേഹം വാമൊഴിയുകയാണ്. യേശു അന്നത്തെ റോമൻ സാമ്രാജ്യത്തിനെതിരെയാണോ ചാട്ടവാറെടുത്തത്? അതോ അഴിമതിയും അക്രമവും അനീതിയും കാണിക്കുന്ന മത നേതാക്കന്മാർക്കെതിരെയാണോ? നിങ്ങൾ മനസ്സിലാക്കണം, ഏതെല്ലാം വിധത്തിൽ വചനത്തെ വളച്ചൊടിക്കാമോ അതെല്ലാം ഇവർ ചെയ്യും. ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ നിലപാട് ന്യായമായി ക്രിസ്തീയ സമൂഹത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കിട്ടണ്ട എന്നതല്ല എൻ്റെ നിലപാട്. എൻ്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിച്ച തത്വമാണ്, ഞാൻ ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന തത്വം ഇതാണ്. എൻ്റെ തത്വം ഇപ്രകാരമാണ്: ആദ്യം ഞാൻ എനിക്ക് വേണ്ടി ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുക. അതിനുശേഷം എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല, അതെൻ്റെ ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ എൻ്റെ ആവശ്യത്തെപ്പറ്റി പരാമർശിക്കുക. എനിക്ക് ചെയ്യാവുന്നതൊന്നും ചെയ്യാതെ തരണം 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 എന്ന് പറയുന്നവൻ്റെ പേര് തെണ്ടി എന്നാണ്, ഭിക്ഷാന്തേഹി എന്നാണ്. വഴിയരികിൽ നിന്ന് തെണ്ടുന്ന ആളുകളില്ലേ? എന്നെ കേൾക്കുന്ന സഹവിശ്വാസികളായ യേശുവിനെ അറിയുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്ന ക്രിസ്ത്യാനികളെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമുക്ക് ആർക്കെങ്കിലും സത്യസന്ധമായി പറയാൻ കഴിയുമോ നാം നമുക്ക് വേണ്ടി ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? വേണ്ട. നാം ഉൾപ്പെട്ടിരിക്കുന്ന സഭകൾ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് അവർ സുഖമായി ജീവിക്കുന്നുവെന്നതിനപ്പുറം, നമ്മുടെ ദശാംശം കണക്ക് പറഞ്ഞ് വാങ്ങിച്ച് സുഖിക്കുന്നതിനപ്പുറം, നമ്മുടെ ഉന്നമനത്തിനു വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, വരുന്ന തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തെല്ലാം ചെയ്യാമായിരുന്നു, ഇന്നും എന്തെല്ലാം ചെയ്യാം, അങ്ങനെ ഒരു ചിന്ത ഏതെങ്കിലും സഭയിലുണ്ടോ? അങ്ങനെ സഭകൾ പരിപൂർണമായി അവർ നിർവഹിക്കേണ്ട കടമയിൽ പരാജയപ്പെട്ടിരിക്കുമ്പോൾ ആ ഒരു ശപിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചിട്ട് നമുക്കെതിരെയുള്ള ശത്രു അങ്ങ് വെളിയിലാണേ, അതുകൊണ്ട് നമുക്ക് അവരോട് യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ എട്ടും പൊട്ടും തിരാത്ത ആളുകൾ എവിടെ വാല് പിടിച്ച് നടക്കും എന്ന ഒരേ ഒരു മർമ്മം വെച്ചുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രിസ്തീയ സ്ഥാപനങ്ങളുള്ളത്. ഞാൻ നിങ്ങളോടായിട്ട് ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു ക്രിസ്തീയ സ്ഥാപനം ഈ പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ ഉന്നമനത്തിന് വേണ്ടി അല്പം നഷ്ടം സഹിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്ക് പറയാമോ? ഞാൻ വീരവാദം പറയുന്നതല്ല. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നപ്പോൾ ഒരൊറ്റ പാവപ്പെട്ട വിദ്യാർത്ഥി പോലും സാമ്പത്തികമായ പ്രശ്നം അനുഭവിപ്പാൻ ഞാൻ ഇടയാക്കിയില്ല. മാത്രവുമല്ല, ഞാൻ പ്രിൻസിപ്പലാകുന്നത് വരെ പാവപ്പെട്ടവരെ അവിടെ അഡ്മിറ്റ് ചെയ്യുമായിരുന്നില്ല. ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകമായ ക്രമീകരണങ്ങൾ ചെയ്തു. സാമ്പത്തികമായ പരാധീനതയുള്ളവർക്ക് 100% ഫ്രീ എഡ്യൂക്കേഷൻ, ഇൻക്ലൂഡിങ് ഫ്രീ ഫുഡ്, ഫ്രീ ഫെസിലിറ്റീസ് ഓഫ് എവറി കൈൻഡ് കൊടുത്തു. അതെങ്ങനെ കൊടുത്തു? ഞാൻ എന്നെ തന്നെ പരിമിതപ്പെടുത്തി കൊടുത്തു. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലിന് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന് ലിമിറ്റില്ല, എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ 9 വർഷം പ്രിൻസിപ്പലായിരുന്നു. അതിൽ ഒരു രൂപ പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ എൻ്റർടൈൻ ചെയ്തു, കോളേജിന് വേണ്ടി എൻ്റർടൈൻ ചെയ്തു. എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ എന്നെ തന്നെ ചുരുക്കി എൻ്റർടൈൻ ചെയ്തു. ഞാൻ പാവപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിക്കാൻ എന്തു ചെയ്തു? ഞാൻ എവിടെയെങ്കിലും പോയി ലെക്ചർ ചെയ്യുമ്പോൾ എനിക്ക് ന്യായമായി കിട്ടുന്ന ഓണറേറിയമുണ്ട്. അത് പലപ്പോൾ 10,000 ആയിരിക്കും, 20,000 ആയിരിക്കും. ഞാനതൊന്നും കൈപ്പറ്റിയിട്ടില്ല. അത് മുഴുവനും കോളേജിൽ അയക്കാൻ പറഞ്ഞിട്ട് അതെല്ലാം ഒരു സ്പെഷ്യൽ ഫണ്ടായി രൂപപ്പെടുത്തി
7 ലക്ഷം രൂപ ഞാൻ അങ്ങനെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ഫൈനാൻഷ്യൽ എയ്ഡായിട്ട്. അതും പോരാഞ്ഞ് പാവപ്പെട്ട എൻ്റെ ഭാര്യയെ കൊണ്ട് ഞാൻ ആഹാരപദാർത്ഥങ്ങൾ പാചകം ചെയ്ത് മഫിൻസ് എന്ന് പറയും, കോളേജിലെ കാഫറ്റീരിയയിൽ കൂടെ വിറ്റ് അതുകൊണ്ട് എല്ലാ വർഷവും 2 സ്കോളർഷിപ്സ് വീതം, അതായത് 30,000 രൂപ വരുന്ന 2 സ്കോളർഷിപ്സ് ഞാൻ എല്ലാ വർഷവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത ശേഷം ഇങ്ങനെ വെളിയിൽ വന്ന് അട്ടഹസിച്ചാൽ അതിന് വിലയുണ്ട് എന്ന് പറയാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വെളിയിൽ വന്ന് മാറത്തടിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാകും. അതുകൊണ്ട് മറ്റുള്ളവരെ കളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന പരിപാടി, ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. പക്ഷേ ആരുടെയും ഔദാര്യത്തിൻ്റെ മുമ്പിൽ ഭിക്ഷയുടെ പാത്രം നീട്ടി നിൽക്കുന്ന ഒരു തെണ്ടി വർഗമായി നമ്മൾ അധപ്പതിക്കരുത്. നമുക്കതിൻ്റെ ആവശ്യമില്ല. നാം ദൈവമക്കളാണ്. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഈ രാജ്യം നിൻ്റെ കയ്യിലിരിക്കും. വേണ്ട അച്ചടക്കം പാലിച്ചാൽ ഈ സംസ്ഥാനം നിൻ്റെ കയ്യിലിരിക്കും. രാജ്യം പോട്ടെ, സംസ്ഥാനം നിൻ്റെ കയ്യിലിരിക്കും. പക്ഷെ നമ്മൾ ചുരുങ്ങി ശോഷിച്ച് രസമില്ലാത്ത ഉപ്പ് പോലെയായി തീർന്നപ്പോൾ കുപ്പായം എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് മുൻപോട്ട്. ഇന്നിവിടെ നടക്കുന്ന അതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണം. രണ്ടാമത്തെ പ്രശ്നമെന്ന് പറയുന്നത്, നമുക്കറിയാം, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഇത് ഇന്ത്യയുടെ ഭാഗമാണ് കേരളമെങ്കിൽ കേരളത്തിലും ഇന്ത്യയിൽ നിലവിലുള്ള ഭരണഘടന അനുസരിച്ചുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണം. അതിൽ ഞങ്ങളുടെ ദുഃഖം, കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ക്രൈസ്തവ സമൂഹത്തിനെതിരായി നീങ്ങിയ സമീപനങ്ങളുണ്ടായി എന്നുള്ളതാണ്. ഉദാഹരണമായി ഈ 80-20 ഇഷ്യൂവിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യം സംസ്ഥാന സർക്കാർ ഇതിനെതിരെ അപ്പീൽ പോകുന്നില്ല എന്ന് കരുതിപ്പോയി. അന്ന് പ്രതിപക്ഷ നേതാവും രാവിലെ പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തോട് യോജിക്കുന്നത്. എന്നാൽ ഒരു 11 മണിയായപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിനെതിരായിട്ട് പ്രതിഷേധം വന്നു. ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് മാറി. അദ്ദേഹം പറഞ്ഞു, അല്ല, മുസ്ലിം സമൂഹത്തിന് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിന് നീതി നിഷേധിക്കപ്പെടുന്ന അദ്ദേഹത്തിന് പ്രശ്നമല്ല. അങ്ങനെ അദ്ദേഹം അതിനെതിരെ നിലപാടെടുത്തു. സംസ്ഥാന സർക്കാരും അതിനോട് യോജിച്ചു. അദ്ദേഹം പറയുന്നത് നമ്മുടെ ക്രിസ്തീയ കുട്ടികൾക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പ് വേണ്ടതുപോലെ കിട്ടുന്നില്ല. 80-20 എന്ന അനുപാതം തെറ്റാണ്, ഞാൻ സമ്മതിക്കുന്നു. എനിക്കതിനകത്ത് യാതൊരു എതിരഭിപ്രായമില്ല. നമുക്ക് ആനുപാതികമായി കിട്ടേണ്ടതാണ്. ഇവിടെ ആനുപാതികം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനുമുള്ള സാമ്പത്തിക പരാധീനത കൂടെ പരിഗണിക്കേണ്ടതാണ്. അത് ഈ ഒരു വിഷയത്തിൽ പ്രശ്നമായി ഇന്നുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാനത് അത്ര വ്യക്തമായി അത് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വെറും സംഖ്യയുടെ അടിസ്ഥാനത്തിൽ ആനുപാതികമായി സ്കോളർഷിപ്പിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുക വിനിയോഗിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. അതേസമയം തന്നെ ഇതിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭീമമായ കോഴ വാങ്ങിക്കുന്നത് നിർത്തിക്കൂടെ? കോഴ വാങ്ങിച്ചിട്ട് മാത്രമേ എനിക്ക് ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ എങ്കിൽ പാവപ്പെട്ട ആളുകൾ എങ്ങനെയാണ് പഠിക്കുന്നത്? എവിടെയാണ് പഠിക്കാൻ സാധിക്കുന്നത്? അത് ഒരു പ്രശ്നമല്ല. ഇപ്പോൾ പാവപ്പെട്ട ഒരു ക്രിസ്ത്യാനി യുവതി നല്ല വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ടുണ്ട്, ക്വാളിഫിക്കേഷൻസ് നല്ലതാണ്, നെറ്റൊക്കെ എഴുതി പാസ്സായി, മറ്റുള്ളവരെക്കാൾ കഴിവുണ്ട്. നമ്മുടെ ഒരു കോളേജിൽ ഒരു തസ്തികയുണ്ട്, ഒരു ലെക്ചറിൻ്റെ തസ്തികയുണ്ട്. അവിടെ അപേക്ഷിക്കുകയാണ്. 50 ലക്ഷം കൊടുക്കാനില്ല, 75 ലക്ഷം കൊടുക്കാൻ. 50 ലക്ഷം മൂർ കോളേജിൽ 50 ലക്ഷവും CMS കോളേജിൽ 75 ലക്ഷവുമാണെന്ന് പറയുമ്പോൾ മറ്റ് ഓരോ കോളേജിലും അതിൻ്റേതായ തോതുണ്ട്. അത് കൊടുക്കാൻ കഴിവില്ല. അവർക്ക് ജോലി കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? പാവപ്പെട്ടവരുടെ കാര്യമൊക്കെ പറയുന്നല്ലോ, സ്കോളർഷിപ്പ് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണല്ലോ, അവർക്ക് വേണ്ടി ബാധിക്കുന്നല്ലോ, അവർക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നുവല്ലോ. നമ്മുടെ കയ്യിലുള്ള സ്ഥാപനങ്ങൾ, അവിടെ സർക്കാരിന് യാതൊരു നിയന്ത്രണവുമില്ല. നിങ്ങളുടെ ആളുകളെ, പാവപ്പെട്ട ആളുകളെ സഹായിക്കരുതെന്ന് പറയുന്നില്ല. നമ്മൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് അവൻ്റെ മെറിറ്റ് അനുസരിച്ച്, ഔദാര്യം വേണ്ട, മെറിറ്റ് അനുസരിച്ച് കൈക്കൂലി കൊടുക്കാൻ വയ്യാത്തൊരു പാവപ്പെട്ടവന്
അവൻ അർഹിക്കുന്ന ഒരവസരം നമ്മുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ചരിത്രം ഒന്ന് പറയാമോ? അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തെരുവിലിറങ്ങി മാറത്തടിക്കുമ്പോൾ ആളുകൾ ചിരിക്കുന്നത്. നമുക്ക് മുൻപോട്ട് പോകാം. അതുകൊണ്ട് ഞങ്ങൾ പറയും, ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ചാണ് ഞങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. ഇത് തികഞ്ഞ അനീതിയാണ്. ഇപ്പം കൺവെൻഷൻ സീസണാണ്. കൺവെൻഷൻ പന്തലുകളിൽ വന്ന് സുവിശേഷം പറയുന്ന ജനപ്രതിനിധികളെ ഞങ്ങൾ കാണുന്നുണ്ട്. അവിടെ വന്ന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് മഹത്തരമാണെന്ന് പറയുന്നവരെ കാണുന്നുണ്ട്. ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തത് അസംബ്ലിയിൽ പോയി ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ്. അവിടെ സംസാരിക്കാൻ നട്ടലില്ലാത്തവർ ഇവിടെ വന്ന് കൺവെൻഷൻ പന്തലിൽ സുവിശേഷം പറഞ്ഞു എന്ന് കരുതി ഇനിയുള്ള കാലത്ത് വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഞങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ യാത്ര ഇന്ന് തീരുകയല്ല. നമ്മുടെ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് രാഷ്ട്രീയക്കാർ ഞങ്ങളുടെ കൺവെൻഷൻ പന്തലുകളിൽ വന്ന് പ്രസംഗിക്കാറുണ്ട്. അങ്ങനെ ഇനിയും പ്രസംഗിച്ചുകൊണ്ട് ഞങ്ങൾ വോട്ട് കൊടുക്കത്തില്ല. ഞങ്ങളുടെ കാര്യം സാധിച്ചു തന്നെങ്കിലേ ഞങ്ങൾ വോട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരുന്നവൻ ഏത് അധമനാണെങ്കിലും, എത്രമാത്രം കോഴ വാങ്ങിക്കുന്നവനാണ് അല്ലെങ്കിൽ അധാർമികനാണ് ആണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ വോട്ട് കൊടുക്കും. അത് തന്നെയാണ് മറ്റൊരു പിതാവ് പറഞ്ഞത്. റവറൻഡ് താങ്ങുവില 300 ആക്കിയാൽ എല്ലാ വോട്ടും തരാം, BJPക്ക് ഒരു MP ഇവിടെ നിന്ന് ഉണ്ടാക്കിത്തരാം. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതിനപ്പുറത്ത് നമുക്കൊരു കാഴ്ചപ്പാടില്ല. നമുക്ക് ഈ രാജ്യത്തോട് യാതൊരു കടപ്പാടുമില്ല. ഇവിടെ സൽഭരണം വേണമെന്നും, ഇവിടെ സൽഭരണം വേണമെങ്കിൽ കഴിവുള്ള ആളുകൾ, ആദർശമതികളായ ആളുകൾ, ദീർഘവീക്ഷണമുള്ള ആളുകൾ അധികാരത്തിൽ വരണമെന്നും ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. ക്രിസ്ത്യാനികൾക്ക് പറ്റിയ വലിയ ഇടിവ് നാം ഈ സംസ്ഥാനത്തോടും രാജ്യത്തോടും കാണിക്കുന്ന അനീതി എന്താണെന്നറിയാമോ? മറ്റെല്ലാവരെയും പോലെ, അതുകൊണ്ടാണ് അതിൻ്റെ ആ അപക്വത നമുക്ക് മനസ്സിലാകാത്തത്. മറ്റെല്ലാവരെയും പോലെ ഈ രാജ്യത്തോട് നാം ബന്ധം പുലർത്തുന്നത് എനിക്കെന്ത് കിട്ടാം എന്ന് മാത്രം കരുതിയിട്ടാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ആ അക്രൈസ്തവമായ മനോഭാവത്തെ നാം തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ടോ നമുക്ക് അതിനുള്ള കഴിവില്ലാതെ പോകുന്നു. രാഷ്ട്രീയമായി നോക്കുമ്പോൾ, ഭൗതികമായി നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിലവിലിരിക്കുന്ന സാമാന്യ കാഴ്ചപ്പാടനുസരിച്ച് നോക്കുമ്പോൾ അതാണ് ശരി. ഇപ്പോൾ കേരളത്തിലെ സർക്കാരിനോട് അല്ലെങ്കിൽ ഭാരത സർക്കാരിനോട് നാം എങ്ങനെയാണ് ബന്ധം പുലർത്തേണ്ടത്? എനിക്ക് അവരിൽ നിന്ന് മാക്സിമം എന്ത് കിട്ടാം, എൻ്റെ സമൂഹത്തിന് വേണ്ടി എത്രമാത്രം പിടിച്ചു പറിക്കാം എന്നാണ്. അതിനുവേണ്ടി നമുക്ക് അവകാശ സംരക്ഷണം എന്ന് പറയാം. പക്ഷേ യേശു എന്ത് പറയും? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? എന്ത് കിട്ടും എന്ന് അന്വേഷിച്ചിട്ടല്ല, ചിന്തിച്ചിട്ടല്ല നിങ്ങൾ ബന്ധം പുലർത്തേണ്ടത്. എന്ത് കൊടുക്കാം, എങ്ങനെ മെച്ചപ്പെടുത്താം, ഇപ്പോഴുള്ള അവസ്ഥ കുറച്ചുകൂടെ മേന്മയുള്ളതാക്കി തീർക്കാം, ഇപ്പോഴുള്ള അന്ധകാരത്തെ എത്രമാത്രം കുറയ്ക്കാൻ കഴിയും, അതിന് ഏത് വിധത്തിലുള്ള സംഭാവനയാണ് നീ നൽകേണ്ടത്, അതായിരിക്കണം നിൻ്റെ ആദ്യത്തെ മുൻഗണന എന്നല്ലേ യേശു പഠിപ്പിച്ചത്. അതിനു പകരം ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും എനിക്കെതിരെ പല്ലചരിക്കും, എനിക്കറിയാം. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിച്ച മർമ്മങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ എവിടെയെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെയും ഏത് തരത്തിലുള്ള സംഭാവനകൾ, കോൺട്രിബ്യൂഷൻസ് എനിക്ക് കൊടുക്കാൻ കഴിയും എന്നത് മാത്രം ഉദ്ദേശിച്ചാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് വലിയ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്, ഭൗതികമായ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതുദ്ദേശിച്ചല്ല ഞാൻ പോയിട്ടുള്ളത്. ഞാൻ ഒരു കുറഞ്ഞ പക്ഷം 30 വർഷമെങ്കിലും വളരെ വളരെ തീവ്രമായി വടക്കേ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ വർഗീയത വർദ്ധിച്ചു വരുന്നതിൻ്റെ വലിയ ഭീകരമായ പരിണത ഫലങ്ങൾ മുന്നമേ കണ്ട് അതിനെ സർവശക്തിയും ഉപയോഗിച്ച് ചെറുക്കുന്നതിന് വേണ്ടി ജീവൻ പണയപ്പെടുത്തി ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ അറിയാതെ തന്നെ എൻ്റെ പലവിധമായ അധ്വാനങ്ങളും ദൗത്യങ്ങളും മുന്നേറ്റങ്ങളും അന്ന് ഉണ്ടായിരുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് എന്നെ നാഷണൽ കമ്മീഷൻ്റെ അംഗമായിട്ട് നിയമിച്ചത്. അല്ലാതെ എനിക്കൊരു ഗോഡ് ഫാദർ ഇല്ലായിരുന്നു. എൻ്റെ കാര്യം പറയാൻ, എന്നെ പ്രൊമോട്ട് ചെയ്യാൻ അങ്ങനെ ആരുമില്ലായിരുന്നു. മിസ്സസ് സോണിയ ഗാന്ധി
എന്നോട് ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ ലേഖനങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന മുന്നേറ്റങ്ങൾ, നിങ്ങളുടെ ഇടപെടലുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അതുകൊണ്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാണ് ആദ്യമായിട്ട് അവരെന്നെ അവരുടെ ഓഫീസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്, ലോകത്തിലെ ക്രിസ്തീയവും അനുഗ്രഹിക്കപ്പെട്ടതുമായ കാഴ്ചപ്പാട് നാം ഏത് അവസ്ഥയിലായിരുന്നാലും ആ അവസ്ഥയെ എപ്രകാരം രൂപാന്തരം ചെയ്യാൻ കഴിയാം എന്നുള്ള അന്വേഷണമാണ്. ആ ഒരവസ്ഥയിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസത്തിൻ്റെ സമ്പത്തും അതിൻ്റെ ശക്തിയും, ദ പവർ ആൻഡ് റിച്ച്നെസ് ഓഫ് ഹിസ് ഫെയ്ത്ത്, ഈ ലോകത്തിന് സാക്ഷീകരിക്കാൻ സാധ്യമാകുകയുള്ളൂ. അല്ലാതെ എല്ലാവരെയും പോലെ, ഇപ്പോൾ ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായപ്പോൾ ആ കസേരയിൽ കയറിയിരുന്നതിൻ്റെ ആനുകൂല്യം പറ്റി എല്ലാവരുടെയും കണ്ണിൽ മാന്യനായി ഭരണകൂടത്തിലും സമൂഹത്തിൻ്റെ മേൽപ്പതിയിരിക്കുന്ന ആളുകളെയൊക്കെ പ്രീതിപ്പെടുത്തി അങ്ങനെ പോയിരുന്നെങ്കിൽ എനിക്ക് വലിയ വലിയ ഭീമമായ ലാഭം ഉണ്ടാകുമായിരുന്നു. എന്നാൽ 9 വർഷം ഞാൻ ക്രൂസ് എടുത്ത് സഞ്ചരിച്ചു. ദൈവമറിയുന്നു, എല്ലാവിധ കഷ്ടവും നഷ്ടവും ഞാൻ സഹിച്ചു. അതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. കാരണം എന്താണ്? അതിൽ കൂടെ മാത്രമേ എനിക്ക് എന്തെങ്കിലും ഒരു സംഭാവന ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ മാത്രമല്ല, ഭാരതത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കോളിളക്കങ്ങൾ സൃഷ്ടിക്കാനായി ഈ എന്താണ് പറയുന്നത്, ഒന്നുമല്ലാത്ത എന്നെ ദൈവം ഉപയോഗിച്ചു. അത് നിങ്ങൾ ആ കാലങ്ങളിൽ നടന്ന വലിയ വലിയ പ്രകമ്പനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞു വന്നത്, ഇത് വളരെ പീറത്തരമാണ്. ഇത് തെരുവീതിയിൽ കൂടെ ഇങ്ങനെ അലറി അട്ടഹസിച്ച് നടക്കുമ്പോഴാണ് വലിയ കാര്യമാണെന്നോ ക്രിസ്തീയ സമൂഹത്തിൻ്റെ സംരക്ഷകർ ഇവരാണെന്നോ ഒക്കെ വിചാരിക്കും. പക്ഷേ ഇതൊക്കെ അപകടമാണ്, ആത്മീയമായ അപക്വതയാണ്. ഇതുകൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. ഒരു പ്രശ്നം കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് അല്പം സംഖ്യാബലമുണ്ട് എന്നുള്ളതാണ്. ഇവർ നടത്തുന്ന ഈ മുന്നേറ്റങ്ങൾ വടക്കേ ഇന്ത്യയിൽ പോയി ഒന്ന് നടത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ ഇപ്പം തന്നെ 32 മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ബാക്കിയുള്ള പ്രസംഗത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇങ്ങനെ കേരളത്തിൻ്റെ തെരുവീഥിയിൽ നടക്കുന്ന അച്ഛന്മാരും അവരുടെ പിന്താങ്ങികളും ഭാരതത്തിൻ്റെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ക്രിസ്തീയ സ്ഥാപനങ്ങളും വ്യക്തികളും സഭകളും അനുഭവിക്കുന്ന പീഡനം അവരറിയുന്നില്ലേ? അതിനെപ്പറ്റി ഒരു ശബ്ദം അവർ പറയുന്നുണ്ടോ? വേണ്ട, സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ആദരണീയനായ പുരോഹിതൻ, ഒന്നും ചെയ്യാത്തവൻ, നിർദോഷി, യേശുവിൻ്റെ ആദർശങ്ങളെ പിൻപറ്റുന്നവൻ, അവൻ ജയിലിൽ കിടന്ന് 84-ാമത്തെ വയസ്സിൽ പാർക്കിൻസൺസ് ഡിസീസ് പിടിച്ച് കൈകൊണ്ട് വെള്ളമെടുത്ത് കുടിക്കാൻ വയ്യാതെ കാരാഗ്രഹത്തിൽ കിടന്ന് പട്ടുപോയ മനുഷ്യൻ, അദ്ദേഹത്തെപ്പറ്റി ഒരു വാക്ക് ഇവരാരും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ളവരാണ് നീതി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിയിരിക്കും. ഇതൊക്കെ വലിയ നാടകമാണ്. സഭയുടെ ഏതെല്ലാം മതമുണ്ടോ മതം മുഴുവനും നാടകശാലയാണെന്ന് ഞാൻ 3 വർഷങ്ങൾക്ക് 4 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതിന് ആവർത്തിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രകടനം കൊണ്ടോ പ്രഹസനം കൊണ്ടോ വിശ്വാസ സമൂഹത്തിന് ചില്ലിക്കാശിൻ്റെ നന്മ വരികയില്ല. ഇത് ഇലക്ഷൻ അടുത്തത് കൊണ്ട് കാണിക്കുന്ന മാമാങ്കങ്ങളാണ്. ആത്മാർത്ഥതയോടുകൂടെ അല്ല ഇവർ ഇറങ്ങിയിരിക്കുന്നത്. കാരണം ആത്മാർത്ഥതയുള്ളവർ ആദ്യം ചെയ്യുന്നത് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഈ ഉദാരമതിയായ പ്രവർത്തനങ്ങൾ ആദ്യം ഭവനത്തിൽ നിന്ന് ആരംഭിക്കട്ടെ. നിങ്ങളുടെ ഇടയിൽ പാവപ്പെട്ടവരുണ്ട്, സഹായം ആവശ്യമുള്ളവരുണ്ട്. അവരെ സഹായിക്കുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു വ്യവസ്ഥിതി, ഒരു സമീപനം, ഒരു സംസ്കാരം നമ്മുടെ ഇടയിൽ ആദ്യം ഉണ്ടാകട്ടെ, നമ്മുടെ സഭകളിൽ ഉണ്ടാകട്ടെ, നമ്മുടെ സ്ഥാപനങ്ങളിൽ ഉണ്ടാകട്ടെ. മധ്യ നൂറ്റാണ്ടുകൾ വരെ ലോകത്തിലുണ്ടായിരുന്ന എല്ലാ സഭകളും അവയുടെ വരുമാനത്തിൻ്റെ 10% പാവപ്പെട്ടവരെ സന്ധിക്കുന്നതിന് വേണ്ടി നീക്കി വച്ചിരുന്നു. ചർച്ചസ് യൂസ് ടു ടൈത്ത്. സഭകൾ ദശാംശം മാറ്റിവെച്ചിരുന്നു. എന്തിനു വേണ്ടി? പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി. അപ്പം അങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി സഭയുടെ വാർഷിക വരുമാനത്തിൻ്റെ 10% മാറ്റിവെക്കുന്ന ഏതെങ്കിലും സഭ നിങ്ങൾക്കറിയാമോ? ഏതെങ്കിലും സഭ നിങ്ങൾക്കറിയാം? എന്നാൽ എൻ്റെ 10%, നിങ്ങളുടെ 10% കൊടുത്തില്ലെങ്കിൽ അത് കണക്ക് പറഞ്ഞ് വാങ്ങിക്കാൻ സമർത്ഥരാണ് സഭ നടത്തുന്ന ആളുകൾ. നമ്മൾ ദശാംശം കൊടുക്കണം, സഭ ദശാംശം കൊടുക്കണ്ട. ഇതാണ് നമ്മുടെ ഇടയിലത്തെ അവസ്ഥ.
നമ്മുടെ കയ്യിലുള്ള വസ്തു, നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് എത്ര ഭീമമാണ്. അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്താൽ പാവപ്പെട്ട ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഈ സംസ്ഥാനത്തിലെ പാവപ്പെട്ടവരെ മുഴുവനും സഹായിക്കാൻ ക്രിസ്ത്യൻ സഭകൾക്ക് കഴിയണം. എന്നാൽ അതൊന്നും ചെയ്യാതെ അത് മുഴുവനും ഒന്നിൽ വിറ്റ് മുടിച്ച് ആഡംബരത്തിന് വേണ്ടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് തഴഞ്ഞു കളയുക, അതിൽ നിന്നൊരു ചില്ലിക്കാശുണ്ടാക്കാൻ അധ്വാനിക്കാതെ മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഗുണഫലം മാത്രം അവരുടെ പരാന്ന ജീവികളായി കഴിയുക, അത് കണ്ട് ദൈവവേലയാണെന്ന് പറയുക. ഇങ്ങനെയുള്ള ഈ ഒരു അധമമായ കാഴ്ചപ്പാടാണ് ഇപ്പോൾ തെരുവീഥിയിൽ ഇറങ്ങി ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് മാത്രം പറഞ്ഞ് സങ്കടം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനിത് പറഞ്ഞു പോകുന്നതാണ്. ഇത്രമാത്രം മൗഢ്യം, ഇത്രമാത്രം ആത്മീയമായ അന്ധകാരം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ ദയവായി ഇത് യൂട്യൂബിൽ നിന്നതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ കാണണം. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ കാത്തുകൊണ്ട് സസ്നേഹം ഈ ചിന്തകൾ അവസാനിപ്പിക്കും.